ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് മനോരമ മാക്സ് വഴി ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സർവൈവിംഗ് ത്രില്ലർ മൂവിയാണ്. ആ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 90 മിനിറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം മൂവിയാണ്. മനോരമ മാക്സ് വഴി റിലീസ് ചെയ്ത സിനിമയാണ്. സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ആര്യ, അരുൺ, പിന്നെ അതുപോലെ സന്തോഷ് കിയാറ്റൂർ, അതുപോലെ തന്നെ അജു വർഗീസ് ഇല്ല, ഒരു പിക്ചർ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ സുനിൽ സുഗത എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു CNG പൈപ്പിനുള്ളിൽ കുടുങ്ങി പോകുന്ന നമ്മുടെ നായികയും നായകനും, അത് അവരെന്തിനാണ് ആ CNG പൈപ്പിനുള്ളിൽ വന്നത്, ആ വന്ന കാര്യം സാധിക്കാൻ കഴിഞ്ഞു, ആ CNG പൈപ്പിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടോ, എന്താണ് അതിന് പിന്നീടുള്ള സ്റ്റോറി എന്താണ് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് 90 മിനിറ്റ്സ് ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഏകദേശം ഒരു 1 മണിക്കൂർ 38 മിനിറ്റുകളുള്ള സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഇത്രയാണ്, ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. സിനിമയെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി കഴിഞ്ഞാൽ, അത്രയും സിനിമയ്ക്ക് ശരിക്കും പറയുന്നത് ഒരു അരമണിക്കൂറിനുള്ളിൽ തീർക്കാവുന്ന സംഭവമേ ഉള്ളൂ സിനിമയ്ക്കുള്ളിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവര് ചെയ്തു വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൈപ്പിനുള്ളിൽ കുടുങ്ങി പോകുന്നത്, ഇവർ രണ്ടുപേരും പൈപ്പിനുള്ളിൽ കുടുങ്ങി പോകുന്നുണ്ട്. അവരൊരു സംഭവം എടുക്കാൻ പോയതായിരിക്കും. അവിടെ ആ ഒരു സംഭവം അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അവർ അത് എടുക്കാൻ വേണ്ടി പോയതായിരിക്കും. പക്ഷെ അവരെന്തിനാണ് അവിടെ വന്നത്, അതിന് പിന്നീടുള്ള സ്റ്റോറി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അവർ അതിനുള്ളിൽ പോയത്, അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണ്. അവർ തമ്മിലുള്ള സംസാരത്തിലൂടെയാണ് എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിന് പകരം ഇവരോട് പറയുന്നതും അതുകൂടാതെ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, പണ്ട് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തിനാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ വന്നത് എന്നുള്ളതൊക്കെ നമ്മളെ കാണിച്ചു തരികയായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നാവുമായിരുന്നു എന്ന് തോന്നുന്നു. ഇത് വളരെ എന്താ പറയുക, നമ്മളെ ഭയങ്കരമായും ബോറടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തത്. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ, അതിനുള്ളിൽ കൂടെ നടന്നു പോകുന്നതും അവരെങ്ങനെ രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ, ക്യൂരിയോസിറ്റി, അവസാനം അവർ അവിടെ എത്തി രക്ഷപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തരാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയുടെ പോരായ്മയായി തോന്നിയിട്ടുള്ളത്. ഒരു കൊച്ചു സിനിമയാണ്, ലോ ബഡ്ജറ്റ് മൂവി കൂടിയാണ്. എന്നാലും ഒരു എന്താ പറയുക, എത്ര കൊച്ചു സിനിമയാണെങ്കിൽ പോലും നമുക്കൊരു ത്രില്ലർ സിനിമയാണെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ഒരു സർവൈവൽ മൂവി ആണെങ്കിൽ തന്നെ അവസാനം രക്ഷപ്പെടുമോ, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ക്യൂരിയോസിറ്റി തരാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കൂടുതലൊന്നും സിനിമയെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടു നോക്കാൻ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. 1.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. 90 മിനിറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.